ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ് ഹൈഡ്രോസോയുടെ എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത് ഹാലിസ്റ്റമയും ഫൈസാലിയുമാണ്. ഹാലിസ്റ്റമയുടെ കാര്യം ആദ്യം പറയാം. ഹാലിസ്റ്റമ എന്ന് പറയുന്നത് മെറൈൻ പോളിമോർഫിക് ആൻഡ് പെലാജിക് ഹൈഡ്രോസോവൻ കോളനിയാണ് വിത്ത് ഡിവിഷൻ ഓഫ് ലേബർ എമംഗ് ദ സൂയിറ്റ്സ്. ഈ കോളനിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഗ്യാസ് ഫിൽഡ് അപ്പിക്കൽ ഫ്ലോട്ടർ ബ്ലാഡർ കോൾഡ് pneumatophore. Hanging down from it is a long and slender floating stem. The stem bears a series of bilaterally arranged polymorphic zooids throughout its length. Below the pneumatophore അടിയിലായിട്ട് there are numerous closely set swimming zooids. അതിൻ്റെ പേര് നെക്ടോകാലൈസസ് എന്നാണ്, അഥവാ സ്വിമ്മിംഗ് ബെൽസ് എന്നും പറയും. അവർ ട്രാൻസ്പെറൻറ്റും ദേ ആർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് മെഡൂസ ലൈക്ക് കാസ്പഡേറ്റ് ആണ്. കാസ്പഡേറ്റ് സൂയിറ്റ്സ് ആണ് വിത്തൗട്ട് മാനുബ്രിയം ബട്ട് വിത്ത് വീലം പ്രസൻ്റ് ആണ്. മസിൽസും കനാൽസും പ്രസൻ്റ് ആണ്. ദേ കൺസേൺഡ് വിത്ത് ദ ലോക്കോമോഷൻ ഓഫ് ദ കോളനി. ദേ കോൺട്രാക്ട് റിതമിക്കലി ആൻഡ് ടേക്ക് ഇൻ ആൻഡ് പമ്പ് ഔട്ട് വാട്ടർ. ദിസ് ക്രിയേറ്റ്സ് എ ജെറ്റ് പ്രൊപ്പൾഷൻ ആൻഡ് ബ്രിങ്സ് അബൌട്ട് ദ ലോക്കോമോഷൻ. ഇനി കാൽസസിൻ്റെ അടിയിലായിട്ട് സെവറൽ ക്ലസ്റ്റേഴ്സ് ഓഫ് സൂയിറ്റ്സ് കാണപ്പെടും. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് കോർമിഡിയ എന്നാണ്. ഓരോ കോർമിഡിയത്തിലും 4 കൈൻഡ് ഓഫ് സൂയിറ്റ്സ് പ്രസൻ്റ് ആണ്, കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെയിംലി ഗാസ്ട്രോസൂയിറ്റ്സ്, ഡാക്ടിലോസൂയിറ്റ്സ്, ഗോണോസൂയിറ്റ്സ് ആൻഡ് ഹൈഡ്രോഫിലിയം ഓർ ബ്രാക്ട്. ഓക്കെ, ഗാസ്ട്രോസൂയിറ്റ്സ് എന്ന് പറയുന്നത് ട്യൂബുലാർ ന്യൂട്രിറ്റീവ് സൂയിറ്റ്സ് ആണ് വിത്ത് മൗത്ത്, മാനുബ്രിയം ആൻഡ് ലോങ് ആൻഡ് ബ്രാഞ്ച്ഡ് ഓറൽ ടെൻറ്റാക്കിൾ. ടെൻറ്റാക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആംഡ് വിത്ത് ബാറ്ററീസ് ഓഫ് നെമറ്റോസിസ്. ഡാക്ടിലോസൂയിറ്റ്സ് ഓർ പാൽപ്പൻസ് ആർ ട്യൂബുലാർ ഡിഫെൻസീവ് സൂയിറ്റ്സ് without mouth, manubrium and oral tentacle but with the unbranched and sensory basal tentacle. ഗോണോസൂയിറ്റ്സ് അഥവാ സ്പോറോസാക്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സൂയിറ്റ്സ് ആണ് വിത്ത് ബഞ്ചസ് ഓഫ് ഗോണോഫോഴ്സ് ബട്ട് വിത്തൗട്ട് മൗത്ത്, മാനുബ്രിയം ആൻഡ് ടെൻറ്റാക്കിൾ. ഹൈഡ്രോഫിലിയം അഥവാ ബ്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷീൽഡ് ലൈക്ക് പ്രൊട്ടക്റ്റീവ് സൂയിഡ് വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ കോർമീഡിയം. പിന്നെ ഹാലിസ്റ്റമ മെറ്റാജെനസിസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഒരു റെഗുലർ ഓൾട്ടർനേഷൻ ബിറ്റ്വീൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ ജനറേഷൻസ് ഇൻ ഇറ്റ്സ് ലൈഫ് സൈക്കിൾ അത് കാണിക്കുന്നുണ്ട്, ഹാലിസ്റ്റമ കാണിക്കുന്നുണ്ട്. ഗോണോസൂയിറ്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി ആണ്. ദിസ് ഇൻവോൾവ്സ് എ പ്ലാന്റില ലാർവ. ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ഫ്രീ സ്വിമ്മിംഗ് ലൈഫ് പ്ലാന്റില എലോങ്ങേറ്റ് ചെയ്യും ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള ഫ്രീ സ്വിമ്മിംഗ് ലൈഫിന് ശേഷം. ദെൻ ഇറ്റ്സ് അപ്പർ എൻഡ് ഇൻവാജിനേറ്റ്സ് and becomes the pneumatophore. The lower end becomes a polyp. This initial polyp elongates, undergoes repeated budding and thus forms a colony. Okay. പിന്നെ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാലിസ്റ്റമ കഴിഞ്ഞു. ഇനി വരുന്ന എക്സാമ്പിൾ ഇതിൽ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഫൈസാലിയാണ്. പിന്നെ കുറേ എക്സാംസ് ഹൈഡ്ര വൾഗാറിസും വെലല്ലനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. അപ്പോൾ ഫൈസാലിയനെ കുറിച്ചിട്ട് അടുത്തത് പറയാം. ഫൈസാലി എന്ന് പറയുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യങ്ങൾ വരാറുണ്ട്. പോപ്പുലർലി നോൺ ആസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അഥവാ ബ്ലൂ ബോട്ടിൽ. മെറൈൻ പോളിമോർഫിക് ആൻഡ് കൊളോണിയൽ സീലൻട്രേറ്റ് ആണ് വിത്ത് ഡിവിഷൻ ഓഫ് ലേബർ എമംഗ് സൂയിറ്റ്സ്. കോളനി ഫ്ലോട്ട് ചെയ്യും, സീയിൽ കോളനി ഫ്ലോട്ട് ചെയ്യും. സീ സർഫസിൽ എന്ത് ചെയ്യും? കോളനി ഫ്ലോട്ട് ചെയ്തിട്ട് എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്യാസ് ഫിൽഡ് മെഡൂസോയിഡ് ബ്ലാഡർ. അതിൻ്റെ പേരാണ് pneumatophore ഓർ ഫ്ലോട്ട്. ഓൺ ഇറ്റ്സ് വെൻട്രൽ സൈഡ് സൂയിറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ക്ലസ്റ്റേഴ്സ് കോൾഡ് കോർമീഡിയ. ഓരോ കോർമീഡിയം കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് 3 കൈൻഡ് ഓഫ് പോളിപോൾ സൂയിറ്റ്സ്. അതിൻ്റെ പേര് ഗാസ്ട്രോസൂയിറ്റ്സ്. ഹാലിസ്റ്റമിലുള്ള പോലെ തന്നെ ഗാസ്ട്രോസൂയിറ്റ്സ് അഥവാ ട്രോഫോസൂയിറ്റ്സ്, ഗോണോസൂയിറ്റ്സും അതേപോലെ തന്നെ ഡാക്ടിലോസൂയിറ്റ്സും. ഗാസ്ട്രോസൂയിറ്റ്സ് എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് ആണ്. ഗോണോസൂയിറ്റ്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ആണ്. ഡാക്ടിലോസൂയിറ്റ്സ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് ആണ് ഫങ്ഷനിൽ. ഓക്കെ, ഗാസ്ട്രോസൂയിറ്റ്സിൽ മാനുബ്രിയം ഉണ്ട്, മൗത്തും ആൻഡ് എ ലോങ് ആൻഡ് ബ്രാഞ്ച് ബേസൽ ടെൻറ്റാക്കിളും പ്രസൻ്റ് ആണ്. പക്ഷേ ഓറൽ ടെൻറ്റാക്കിൾസ് ഇല്ല. ബട്ട് നോ ഓറൽ ടെൻറ്റാക്കിൾസ്. ബ്രാഞ്ചസ് ഓഫ് ദ ബേസൽ ടെൻറ്റാക്കിൾ എന്ന് പറയുന്നത് ടെൻറ്റില്ലേ ആണ്.
ഇറ്റ്സ് കോൾഡ്. ബ്രാഞ്ചസ് ഓഫ് ദി ബേസൽ ടെൻറ്റാക്കിൾ എന്ന് പറയുന്ന പേര് ടെൻറ്റാക്കിൾ എന്നാണ്. അവർ ഹെവിലി ആംഡ് വിത്ത് നെമറ്റോസൈറ്റ്സ് ആണ്. ഡാക്ടിലോസൂയിഡ്സ് ലാക്ക് മാനുബ്രിയം, മൗത്ത് ആൻഡ് ഓറൽ ടെൻറ്റാക്കിൾസ് ബട്ട് ഹാവ് എ ലോങ് ആൻഡ് അൺബ്രാഞ്ച്ഡ് ബേസൽ ടെൻറ്റാക്കിൾ. അതിൻ്റെ പേര് ഫിഷിംഗ് ടെൻറ്റാക്കിൾ എന്നാണ്. ദിസ് ടെൻറ്റാക്കിൾ ഇസ് ഓൾസോ ആംഡ് വിത്ത് ബാറ്ററീസ് ഓഫ് നെമറ്റോസൈറ്റ്സ്. ഗോണോസൈറ്റ്സ് യൂഷ്വലി ബ്രാഞ്ച്ഡ് ആണ്, പക്ഷെ മാനുബ്രിയം ഇല്ല, മൗത്തും ടെൻറ്റാക്കിൾസും ഇല്ല. പക്ഷെ എന്തുണ്ട്? ബട്ട് ഹാവ് ബഞ്ചസ് ഓഫ് റീപ്രൊഡക്റ്റീവ് സെൽസ്. അതിൻ്റെ പേര് ഗോണോഫോഴ്സ് എന്നാണ്. ഗോണോസോയിഡ്സ് ആർ ബോൺ ഓൺ എ ബ്രാഞ്ചിങ് ബ്ലാസ്റ്റോസ്റ്റൈൽ called gonodendron. The numerous nematocytes fired from the tentacles of Physalia may cause painful irritations and festering wounds on the victim. Physalia എന്ന് പറയുന്നത് brilliantly colored and spectacular. Its suites are usually tinted blue, giving the colony an attractive appearance. അപ്പോൾ ക്ലാസ് ഹൈഡ്രോസോവയിൽ വരുന്ന 2 എക്സാമ്പിൾസ് കഴിഞ്ഞു. ഹാലിസ്റ്റമയും ഫൈസാലിയയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് സ്കൈഫോസോവയിൽ വരുന്ന എക്സാമ്പിളാണ്. അതായത് എൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസോസ്റ്റോമ ആണ്. അതിനെക്കുറിച്ചിട്ട് പറയാം. റൈസോസ്റ്റോമ അതിനെ പോപ്പുലർലി ജെല്ലി ഫിഷ് എന്നാണ് വിളിക്കുന്നത്. ലാർജ് സൈസ്ഡ് ആണ്. ഫ്ലോട്ടിങ്ങും ഫ്രീ സ്വിമ്മിങ്ങും ആണ്. ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള മെഡൂസോയിഡ് മെറൈൻ സീലൻഡ്രേറ്റ് ആണ്. ദേ ഇൻഹാബിറ്റ്സ് ദ കോസ്റ്റൽ വാട്ടേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ഇൻഡോ പസഫിക് സീസ്. ബോഡി എന്ന് പറയുന്നത് ഗലാറ്റിനസും അംബ്രല്ല ഷേപ്ഡുമാണ്. വിത്ത് അപ്പർ എക്സ് അംബ്രല്ലാർ ആൻഡ് ലോവർ സബ് അംബ്രല്ലാർ സർഫസസ്. മാർജിനൽ ടെൻറ്റാക്കിൾസ് ആബ്സെൻ്റ് ആണ്, ബട്ട് 8 or 16 മാർജിനൽ ടെൻറ്റാക്കുലോസിസ് ആർ പ്രസൻറ്റ്. പിന്നെ ഡിസ്റ്റിങ്ക്ട് മാനുബ്രിയവും മൗത്തും ആബ്സെൻ്റ് ആണ് അഡൽട്ടിൽ, ബട്ട് പ്രസൻറ്റ് ഇൻ യങ് എനിമൽസ്. ഇൻ ദ അഡൽട്ടിൻ്റെ കേസിൽ മൗത്ത് ക്ലോസ്ഡ് അപ്പ് ഡ്യൂ ടു ദ മൗത്ത് ഗെറ്റ്സ് ക്ലോസ്ഡ് അപ്പ് ഡ്യൂ ടു ദ ഓവർ ഗ്രോത്ത് ഓഫ് ഓറൽ ആംസ്. ഓറൽ ആംസിൻ്റെ ഓവറായിട്ടുള്ള ഗ്രോത്ത് കാരണം മൗത്ത് ക്ലോസ്ഡ് ചെയ്യും. ദി ഗാസ്ട്രോസ്കുലർ കാവിറ്റി ഓപ്പൺസ് ഔട്ട് ബൈ തൗസൻഡ്സ് ഓഫ് സ്മോൾ സെക്ടോറിയൽ പോസ് കോൾഡ് മൗത്ത് പോസ്. ദിസ് ഇസ് കോൾഡ് പോളിസ്റ്റൊമാറ്റസ്. ഓക്കെ, condition. Polystomatous condition means many mouthed condition. ഓറൽ ആംസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. നമ്പറിൽ 4 എണ്ണമുണ്ട്. ഈച്ച് ആം ടെർമിനലി ഡിവൈഡ്സ് ഇൻ ടു 2 ഓറൽ അപ്പൻഡേജസ്. ഓറൽ ആംസ് ആർ പ്രൊവൈഡഡ് വിത്ത് റൂട്ട് ലൈക്ക് ടെൻറ്റാക്കിൾസ് ആൻഡ് ഫ്രിഞ്ച്ഡ് ഔട്ട് ഗ്രോസ് കോൾഡ് സ്കാപ്യുലെറ്റ്സ്. സ്കാപ്പുലെറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ പ്രൊവൈഡഡ് വിത്ത് മൗത്ത് പോസ്, മ്യൂക്കസ് സെൽസ് ആൻഡ് നിഡോബ്ലാസ്റ്റ് ഫോർ ഫുഡ് കളക്ഷൻ. ഡൈജഷൻ ഔട്ട്സൈഡിലാണ് ഒക്കർ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെക്രീഷൻസ് ഫ്രം ഓറൽ ആംസ്. ഡൈജസ്റ്റഡ് ഫുഡ് ഇസ് സക്ഡ് ഇൻ ബൈ ദ സെക്ടോറിയൽ മൗത്ത് പോസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് റൈസോസ്റ്റോമേനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്ലാസ് സ്കൈഫോസോവയിൽ ഒരു എക്സാമ്പിൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് ക്ലാസ് ആൻതോസോവയുടെ എക്സാമ്പിളിലേക്ക് പോകാം. അതിൽ നമുക്ക് 3 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. എഡംസിയ, സൂആന്തസ് ആൻഡ് മാഡ്രോപോറ. ആദ്യം എഡംസിയയിലേക്ക് കടക്കാം. ഇത് ആൻതോസോയുടെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. എഡംസിയ എന്ന് പറയുമ്പോൾ എഡംസിയ മെറൈൻ ആണ്, സോളിറ്ററിയും സെഡൻറ്ററി സീ ആനിമോൺ ആണ്. ഇൻഹാബിറ്റിംഗ് ദി ഷാലോ വാട്ടേഴ്സ് ഓഫ് സീ coast. It remains attached to rocks or to the shells of gastropods occupied by hermit crab. എഡംസിയുടെ ബോഡി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ 3 ഡിവിഷൻസ് ഉണ്ട്. നെയിംലി പെഡൽ ഡിസ്ക്, കോളം ആൻഡ് ദ ഓറൽ ഡിസ്ക്. പെഡൽ ഡിസ്ക് ഫ്ലാറ്റും ആണ്, ഫ്ലാറ്റും സോസർ ഷേപ്ഡും സക്കർ ലൈക്ക് ബേസ് പോർഷനുമാണ്. ഓക്കെ, ഇറ്റ് ഹാസ് 2 prominent lobes or disc for attachment. കോളം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് സിലിണ്ട്രിക്കൽ ആൻഡ് ഹൈലി കോൺട്രാക്ടൈൽ മിഡിൽ പോർഷൻ ആണ്. ഇറ്റ് ബേസ് എ ബാൻഡ് ഓഫ് സിൻക്ലിഡൽ tubercles at its base. Cinclids are perforations for extractions of Axontia. ഓക്കെ, ഓറൽ ഡിസ്ക് ഇസ് ദ. അപ്പോൾ ഓറൽ ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് ടെർമിനൽ പാർട്ട് വിച്ച് ബെയർസ് ദ സെൻട്രൽ മൗത്ത് ആൻഡ് എ ക്രൗൺ ഓഫ് മാർജിനൽ ടെൻറ്റാക്കിൾസ്. Mouth leads to the coelentron which is partitioned by 6 pairs of mesenteries. Gullet has 2 staphnoglyphs. ഓക്കെ, ഇനി ഇക്കോളജിക്കൽ അസോസിയേഷനെ കുറിച്ചിട്ട് പറയാം. എഡംസിയ ആൻഡ് ഹെർമിറ്റ് ക്രാബ് ഫർണിഷ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് ഫെക്യൂൾട്ടേറ്റീവ് മ്യൂച്വലിസം. ഇറ്റ്സ് അന്ന് നമ്മൾ വേറൊരു ഇതിൻ്റെ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട് തോന്നുന്നു എല്ലാവരും. അപ്പോൾ ഇതും അങ്ങനെ ഒരു ഫെക്യൂൾട്ടേറ്റീവ് മ്യൂച്വലിസം
പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ സിംബിയോട്ടിക് അസോസിയേഷൻ beneficial to both of them. Crab usually occupies an empty gastropod shell and provides adamsia free transmutation and some food particles. അതിൻ്റെ തിരിച്ച് in return adamsia provides the crab camouflage and protection from enemies. It covers and protects the crab and scares away enemies by firing stinging cells. Often hermit crab dislodges the anemone from rock with the help of its appendages and fixes it on the back of the shell. ഇങ്ങനെ അവർ പരസ്പരം സഹായിക്കുന്നത് സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആന്തോസോയുടെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞു, എഡംസിയ. ഇനി ബാക്കി 2 എക്സാമ്പിൾസായ സുവാന്തസും മാഡ്രിപ്പോറയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സുവാന്തസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതേപോലെ മെറൈനാണ്, കൊളോണിയൽ ആന്തോസോയനാണ്, കോമൺലി ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ സീസ്. കോളനി എന്ന് പറയുന്നത് പോളിപ്ലോയിഡ് ആണ്. ഓൾ ദി സൂട്ട്സ് ഓഫ് എ കോളനി ആർ ജോയിൻഡ് ടുഗദർ ബൈ എ ബ്രാഞ്ചിങ് fleshy stolon given out from the initial polyp. Zoanthus colony is epizoic. It habitually grows on other animals such as sponges, hydroids, corals, gorgonians, bryozoans, gastropod shells inhabited by hermit crab, etc. പിന്നെ പോളിപ്പ്, സുവാന്തസിൻ്റെ പോളിപ്പ് എന്ന് പറയുന്നത് സ്മോൾ ആണ്, സിലിണ്ട്രിക്കലും ആണ് ആൻഡ് സീ ആനിമോൺ പോലെയാണ്. ഇറ്റ്സ് ബോഡി ഹാസ് 2 പോർഷൻസ്, 2 പോർഷൻസ് ഉണ്ട്. അതിൻ്റെ പേര് ഒന്ന് ഓറൽ ഡിസ്കും അതേപോലെ തന്നെ കോളം. മറ്റേതിൽ 3 എണ്ണം, ഇതിൽ 2 എണ്ണമാണ്. നേരത്തെ പറഞ്ഞതിൽ. പിന്നെ പെഡൽ ഡിസ്ക്, അതിലുണ്ടായിരുന്ന പെഡൽ ഡിസ്ക് സുവാന്തസിൽ ആബ്സെൻ്റ് ആണ്. ഓറൽ ഡിസ്ക് ബയേഴ്സ് മൗത്ത് ആൻഡ് എ മാർജിനൽ സർക്കുലേറ്റ് ഓഫ് അൺബ്രാഞ്ച്ഡ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ് ഓറൽ ടെൻറ്റാക്കിൾസ്. Tentacles are arranged in 2 alternating cycles on the margin of the disc, namely exocoelic cycle and endocoelic cycle. Exocoelic tentacles represent the outer cycle of tentacles and endocoelic tentacles represent the inner cycle. പിന്നെ നമ്പർ ഓഫ് ദീസ് ടെൻറ്റാക്കിൾസ് റേഞ്ചസ് ബിറ്റ്വീൻ 48 and 16. മൗത്ത് ഓവലാണ്. ഇറ്റ് ലെറ്റ്സ് ടു എ ലാറ്ററലി ഫ്ലാറ്റൻഡ് ഗള്ളറ്റ് വിച്ച് ഹാസ് ഓൺലി എ സിംഗിൾ വെൻട്രൽ സിഫണോഗ്ലിഫ്. Column is a cylindrical body proper. It is divisible into 2 portions, namely the basal scapus and terminal capitulum. The epidermis of the column is covered with a thick cuticle. Mesoglea is thick and gelatinous and it contains some fibrous cells and a network of canals. Sexes separate ആണ് സുവാന്തസിൽ. സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് എ പെലാജിക് ലാർവ നോൺ ആസ് സെംപേഴ്സ് ലാർവ ഓർ സുവാന്തിന ലാർവ. ഇതൊക്കെയാണ് സുവാന്തസ് എന്ന ഫൈലം നിഡേറിയയുടെ ക്ലാസ് ആന്തോസോയുടെ എക്സാമ്പിളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത വരുന്ന ആന്തോസോയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാഡ്രിപ്പോറ ആണ്. Madreporene അഥവാ it's commonly called staghorn coral is a branching and reef building colonial coral ആണ്. Branching colony consists of numerous small crowded polyps housed in cylindrical cups. അതിൻ്റെ പേര് കൊറാലിറ്റിസ് നിന്നാണ്. Coralites of Madrepora എന്ന് പറയുന്നത് it's a characteristic in that they are conspicuously elevated or projecting and distinctly separate from each other. These projecting coralites are the abodes of the polyps which secrete them. Entire skeleton of the whole colony is called corallum. The porous portion of the corallum in between the corallites is called cenosteum. Each corallite has a dense outer wall called theca. It encloses a central cavity. Extending from the thecal wall to the center of the thecal cavity are numerous vertical partitions called sclerosepta. ഇതൊക്കെയാണ് മാഡ്രിപ്പോറ എന്ന എക്സാമ്പിളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമ്പിൾസിനെ കുറിച്ചിട്ട് പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ നിഡേറിയ എന്ന ചാപ്റ്ററിൽ ഒരു ഭാഗം കൂടി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് പോളിമോർഫിസം ആണ്. പക്ഷേ പോളിമോർഫിസം എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രം, ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിഡേറിയൻസിലുള്ള പോളിമോർഫിസിൽ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സിംഫെനോഫോർസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പോളിമോർഫിസത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഇറ്റ്സ് എ ഫിനോമിനൻ ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് accompanied by a division of labor in which different functions are assigned to different kinds of individuals rather than to the different parts of the individuals. അപ്പോൾ ഇതിൻ്റെ ബേസിക് പോളിമോർഫിക് ഫോംസ് ഉണ്ട്, ഒരുപാടുണ്ട്. മോർഫോളജിക്കൽ വേരിയൻസ് ഓഫ് പോളിപ്സ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പോളിമോർഫിസം ഉണ്ട്. ഇതിൽ പാറ്റേൺസ് ഓഫ് ഗ്രേഡ്സ് ഓഫ് പോളിമോർഫിസം എമംഗ്സ് നിഡേറിയൻസ് ഉണ്ട്. നമുക്ക് അതിൽ പോളിമോർഫിസം ഇൻ ടിപ്പിക്കൽ സിഫോനോഫോറൻ കോളനിയാണ് പഠിക്കാനുള്ളത്.
Okay, polymorphism in a typical siphonophore colony. Okay. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ദ ടിപ്പിക്കൽ കണ്ടീഷൻ ദർ ആർ typical conditionൽ 3 kinds of polypoid zooids are and 4 kinds of medusoid zooids in a siphonophore colony. Okay, ഉണ്ടാവും. There are 3 kinds of polypoid zooidsഉം 4 kinds of medusoid zooidsഉം present ആവും in a siphonophore colony. The polypoid zooids include nutritive gastrozooids, പിന്നെ രണ്ടാമത്തത് defensive dactylozoids and reproductive gonozoids are blastocysts. പിന്നെ മെഡുസോയിഡ് സൂയിഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് ന്യൂമറ്റോഫോഴ്സ് അഥവാ ഫ്ലോട്ട്സ്, രണ്ടാമത്തെ ലോക്കോമോട്ടർ നെക്ടോകാലിസസ്, മൂന്നാമത്തെ പ്രൊട്ടക്റ്റീവ് ഫിലോസോയിഡ്സ് ഓർ ബ്രാക്സ് ആൻഡ് നാലാമത്തെ റീപ്രൊഡക്റ്റീവ് ഗോണോഫോഴ്സ്. അപ്പോൾ ഇത് മെയിനായിട്ട് പഠിക്കുക. ഇത് എന്തായാലും എഴുതുക ഫസ്റ്റ് ചോദിക്കുമ്പോൾ. പിന്നെ ഈ ഗോണോഫോഴ്സ് എന്ന് പറയുന്നത് ഡൈഷ്യസ് ആണ്. സോ എ കോളനി മേ കണ്ടെയ്ൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗോണോഫോഴ്സ്. The zooids of a colony may be arranged in bundles called chormedia. A chormedium may include all types of zooids. A siphonophore colony originates as an inverted axial polyp. The elongated and tubular axial stem of this polyp is called siphonosome or column. Its pedal അഥവാ aboral end എന്ന് പറയുന്നത് in almost all cases എന്ന് പറയുന്നത് is invaginated to form a gas-filled float called pneumatophore. Float provides buoyancy. The opposite oral end of the axial polyp bears a mouth and sometimes tentacles also. Zooids of colony arise as lateral buds of the siphonosome. These buds arise in sets called chormedia. Each chormedium may usually consist of all types of zooids. As the colony grows, new chormedia may be added to it in regular succession towards the pedal end. So the youngest chormedium is located near the pneumatophore and the oldest one near the mouth. Okay. അതൊക്കെയാണ് ഈ സിഫ്നോഫോറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിന്. ഈ പോളിമോർഫിസത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ജനറലി അഗ്രീഡ് ദാറ്റ് പോളിമോർഫിസം ഇൻ കൊളോണിയൽ നെതേറിയൻസ് റിസൾട്ട്സ് ഫ്രം ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ദ കറസ്പോണ്ടിങ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ എമംഗ് സൂയിഡ്സ്. സെവറൽ തിയറീസ് ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. പോളി ഓർഗൻ തിയറി, പോളി പേഴ്സൺ തിയറി ആൻഡ് ദ മെഡുസോം തിയറി. ഇതൊന്നും കാര്യമായിട്ട് പറയുന്നില്ല സിലബസിൽ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കാം. അടുത്ത ചാപ്റ്ററായിട്ടുള്ള ഈ മൊഡ്യൂളിൽ തന്നെ വരുന്ന വേറെ ഫൈലമാണ് ടിനോഫോറ. അടുത്ത വേഴ്സിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ വേഴ്സ് ഇവിടെ തീരാണ്. സി യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വേഴ്സ്. താങ്ക് യു ഓൾ.